സുകുമാരിയമ്മേ, വെപ്രാളം കാണിച്ചതുകൊണ്ടോ തളർന്നു വീഴാൻ ശ്രമിച്ചതുകൊണ്ടോ ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. അത് പിന്നെ അവളൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയതാ. അത് പറഞ്ഞാൽ അവര് വിടില്ല എന്ന് തോന്നിയത് കൊണ്ടാ അവള് ഇവരോടൊന്നും. തട്ടിക്കൊണ്ടുപോകൽ നാടകം അവതരിപ്പിക്കാൻ പറഞ്ഞു. അതായത് മുത്തശ്ശിയും പേരക്കുട്ടിയും ചേർന്ന് 2 കുടുംബങ്ങളെ കൃത്യമായി വഞ്ചിച്ചു. യുവർ ഓണർ, ഈ കേസിന്റെ ഇതുവരെയുള്ള വിസ്താരത്തിൽ നിന്നും വളരെ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. 1. പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് പ്രിയങ്ക തന്നെ ആസൂത്രണം ചെയ്ത കാര്യങ്ങളാണ്. രണ്ട്, പ്രിയങ്ക കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് രാധിക ഹോസ്പിറ്റലിൽ ദേവനാരായണൻ തിരുമേനിയുടെ അടുത്തായിരുന്നു എന്നതും വരുൺ അയാളുടെ സ്വന്തം വീട്ടിലായിരുന്നു എന്നതിനും കൃത്യമായ തെളിവുകളുണ്ട്. മൂന്ന്, പ്രിയങ്കയുടെ കൊലപാതകത്തിൽ കൃത്യമായ ഒരു അന്വേഷണം സിഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പകരം ആരോ ചുമതലപ്പെടുത്തിയതുപോലെ രാധികയെയും വരുണിനെയും പ്രതിയാക്കാൻ വേണ്ടി നടത്തിയ തിടുക്കപ്പെട്ട നീക്കങ്ങളാണ് ഉണ്ടായത്. വരുൺ രാധികയെ വിവാഹം കഴിച്ചു എന്നത് അവർ തമ്മിലുള്ള ബന്ധമോ ഇനി രഹസ്യമല്ല, പരസ്യമാണ്. പരസ്പരം സ്നേഹിക്കുന്നവർ ഒന്നിച്ചു ജീവിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ അവരെ കുരിശിലേറ്റുന്ന കൃത്യമായ കാഴ്ചയാണ് ഈ കേസിലുടനീളം നമ്മൾ കണ്ടത്. പ്രിയങ്കയുടെ കൊലപാതകം സത്യമാണെങ്കിൽ അതിന്റെ അന്വേഷണം ഇനി നടക്കാനിരിക്കുന്നതേയുള്ളൂ. ആര് കൊന്നു, എന്തിനു കൊന്നു, ഈ കൊലപാതകം ഒതുക്കി തീർക്കാൻ ആരൊക്കെ ശ്രമിച്ചു എന്നത് ഇനിയും വെളിച്ചത്ത് വരേണ്ട കാര്യങ്ങളാണ്. പ്രിയങ്കയുടെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർവസമ്മതനായ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണമെന്നും നിരപരാധികളായ എന്റെ കക്ഷികൾക്ക് ജാമ്യം അനുവദിക്കണമെന്നും കോടതി തയ്യാറാകണമെന്നും ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു.